പ്രിൻറ്റു മഹാദേവ് ഒരു വ്യക്തിയെ വെടിവെച്ച് കൊല്ലുമെന്നും പ്രിൻറ്റു മഹാദേവ് കലാപത്തിന് ആഹ്വാനം ചെയ്തുവെന്ന രീതിയിൽ വളരെ തെറ്റായിട്ടുള്ള വ്യാജ പ്രചരണമാണ് നടത്തിയത്. ആ വീഡിയോ കൃത്യമായിട്ട് പരിശോധിക്കുന്ന എല്ലാവർക്കും അതിനകത്ത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കും. പൊതുവെ അങ്ങനെയുണ്ടല്ലോ, നമ്മൾ പറയാറുണ്ട് ഈ സത്യം പുറപ്പെടുന്നതിനേക്കാൾ മുമ്പ് നുണ ലോകം ചുറ്റി വരും എന്നുള്ളതിൻ്റെ ഒരു രക്തസാക്ഷി കൂടിയായിട്ടാണ് ഇപ്പോൾ ഞാൻ എന്നെ തന്നെ കാണുന്നത്. അതെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി. ഞാൻ കൃത്യമായി പറഞ്ഞത് എന്താണെന്നല്ല പ്രചരിപ്പിച്ചത്. ഇത് ബോധപൂർവം ന്യൂസ് 18-ൻ്റെ ചാനലും അതിൽ അവതാരികയും കൃത്യമായിട്ട് ഇത് ബോധപൂർവം ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് എന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനും സമൂഹത്തിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കലി എൻ്റെ ഒരു രാഷ്ട്രീയ കരിയറിനെ അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഞാനൊരു ഭീകരവാദിയോ അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റോ അല്ലെങ്കിൽ ഒരു വെടിയുണ്ടകളൊക്കെ എടുത്തിട്ട് ഒരു ഗോഡ്സേഡ് അനുയായി എങ്ങനെയാണ് പലപ്പോഴും വരച്ചത്. ഞാൻ അങ്ങനെ ഒരു ആളുമല്ല. ഞാനൊരു സ്കൂളിലെ അധ്യാപകനാണ്. ഒരു 3000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ അധ്യാപകനാണ്. അവിടെ 60% ഇതര പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകൾ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അങ്ങനെയുള്ള എന്നെ ബോധപൂർവം ഒരു കൊലയാളിയായിട്ടൊക്കെ ചിത്രീകരിക്കാൻ വന്നത് എനിക്കുണ്ടാക്കിയ മാനസിക വിഷമം വളരെ വലുതാണ്. എൻ്റെ കുടുംബത്തിന് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് എൻ്റെ വീടുകളിൽ കയറി നരവേട്ട നടത്തി എൻ്റെ പൊതുസമൂഹത്തിൽ വളരെ രീതിയിൽ തേജോവധം ചെയ്യാനുള്ള പല ശ്രമങ്ങളും ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ട് അതെനിക്ക് ഇപ്പോഴെങ്കിലും വ്യക്തമാക്കാനുണ്ട്. ഞാനൊരിക്കലും ഒരാളെയും കൊലവിളി പ്രസംഗം നടത്തിയിട്ടില്ല. ഞാനൊരിക്കലും അത്തരത്തിലുള്ളൊരു കാര്യങ്ങളെ ന്യായീകരിക്കുന്നില്ല. ഞാൻ സ്വാഭാവികമായിട്ട് ഞാനൊരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നു കൊണ്ട് നേതാവായ ഒരാളല്ല. ഞാൻ എൻ്റെ ഒരു സംഘടനാ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ 5-ാമത്തെ വയസ്സിൽ ഞാൻ ശാഖയിൽ പോയി ABVPയുടെ യൂണിറ്റ് പ്രസിഡൻ്റായി, ABVPയുടെ സംസ്ഥാന പ്രസിഡൻ്റായി. അതിനുശേഷം പ്രവർത്തിച്ചിട്ടാണ് ഞാൻ ഈ പദവിയിലെത്തിയത്. പല ആളുകളെപ്പോലെ ഈ ചാനൽ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് നേതാവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന ആളുകളെപ്പോലെയുള്ള ഒരു വ്യക്തിയല്ല ഞാൻ. അതുകൊണ്ട് സ്വാഭാവികം അച്ചടക്കമുള്ള പ്രവർത്തകൻ എന്ന രീതിയിൽ സ്വാഭാവികമായിട്ട് എൻ്റെ പ്രതികരണങ്ങൾ ഞാൻ ഇപ്പോഴും പറയും, പൊതുസമൂഹത്തോട് ഞാൻ ഇപ്പോഴും പറയുന്നു. എൻ്റെ പ്രതികരണങ്ങളിൽ വൈകാരികമായിട്ട് ഇപ്പോൾ രാജ്യത്തെ സംബന്ധിച്ച ചില വിഷയങ്ങളിൽ എനിക്ക് ചില കാര്യങ്ങളിൽ വൈകാരികമാണ്. എൻ്റെ രാജ്യത്തിനെതിരെ നടക്കുന്ന കലാപങ്ങളിൽ ഞാൻ വൈകാരികമായിട്ടാണ് പലപ്പോഴും പ്രതികരിക്കാറ്. ആ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളിൽ ഞാൻ ചില പക്വത കാണിക്കേണ്ടതുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അത് പാലിക്കാൻ ഞാൻ തയ്യാറാണ്. അത് സ്വാഭാവികമായിട്ട് ഞാൻ അങ്ങനെ തന്നെയായിരിക്കും. അതിനപ്പുറത്തേക്ക് സത്യം എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ടാകണം. ഞാനൊരു കൊലയാളിയുമല്ല. ഞാൻ ആരുടെയും വധിക്കാൻ ആഹ്വാനം ചെയ്തിട്ടില്ല. തെറ്റായ പ്രചരണം നടത്തിയ ആളുകളെ സ്വാഭാവികമായിട്ട് അവർക്കെതിരെ നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. എന്താണ് സംഭവിച്ചതെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് എനിക്ക് ബാധ്യതയുണ്ട്. പലപ്പോഴും പല ആളുകളും ആ വീഡിയോ പോലും കാണാതെയാണ് പല പ്രതികരണം നടത്തിയിട്ടുള്ളത്.